ഈ എന്ത് പറഞ്ഞിട്ട് എന്താ ആയുഷു? ഇപ്രാവശ്യം കുട്ടികൾക്ക് തുണി കുപ്പായം എടുക്കണ്ട. ആയുസ് ബാക്കി ഉണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് തുണി കുപ്പായം ഇടാൻ കഴിയുള്ളൂ. അതെന്താ ഈ മനസ്സിലാക്കാത്ത? ഒരു കൊല്ലം നമ്മൾ പെരുന്നാൾക്ക് തുണി കുപ്പായം ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആള് മരിച്ചോകൂല. എടോ പട്ടിണിയാണെങ്കിൽ ജനം നമുക്ക് വിശക്കും, കുട്ടികൾ നൊലോളിക്കും. തുണി കുപ്പായം ഇട്ടിട്ടില്ല, ഒരു കുറവുമില്ല, പഴയതിട്ടിട്ട് നമുക്ക് പെരുന്നാൾ കഴിക്കുക. ഈ മഹാരോഗം മാറിക്കിട്ടാനും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് പ്രാർത്ഥന, പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും പുരയിലിരുന്ന് അള്ളാഹിനോട് സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുക ഈ മഹാരോഗം മാറട്ടെ എന്ന്. നിങ്ങളിപ്പോൾ ഈ പുരയിൽ നിന്ന് തുണി കുപ്പായം മാറ്റിയിട്ട് എടുക്കാൻ വേണ്ടി പോയി, അവിടെ പോയിട്ട് ഒരാൾക്ക് പറ്റാത്ത തുണി കുപ്പായം നിങ്ങൾ വന്നെടുത്ത് അത് നിങ്ങൾക്ക് പറ്റി. ഓൻ കയ്യിനെ കൊണ്ട് തൊട്ടിട്ടാണ് നിൽക്കുക. ഓനക്കൊരു കോവിഡ് ഉണ്ടെങ്കിലോ ആ തുണി കുപ്പായം ആയിട്ടല്ല നിങ്ങൾ പുരയിലേക്ക് വരിക. എന്നിട്ട് അത് ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കും. ആ കുട്ടിക്ക് ഇട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് മാത്രമല്ല ആ കുട്ടീനെ പരിപാലിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ രോഗം വരും. അതെന്താ മനസ്സിലാക്കാത്തത്? 49,000 50,000 ആയി കേരളത്തിൽ. കവറടക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തിപ്പെടണോ? എല്ലാ ബെഡും മെഡിക്കൽ കോളേജും ഒക്കെ ഫുള്ളായി വരിക. ഈ സർക്കാർ ഇവിടെ ഉള്ളതിനെ കൊണ്ടാണ് ഇതിങ്ങനെങ്കിലും തന്നെ പോണേ. അല്ലെങ്കിൽ നമ്മളൊക്കെ സ്ഥിതി എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങോട്ട് എടുത്തൂടി തിങ്കളാഴ്ചെങ്കിലും തുറക്കാൻ പറയും നിങ്ങളെ പിണറായിനോട്. എന്താണ് ആയുസു? ലേശം കവായിത വേണം, വിവരം വേണം. അടുത്ത കൊല്ലം ഈ കൊല്ലെല്ലാം ആയുസ് ബാക്കിയുണ്ട്. ഇപ്പം ഇതിന് അടുത്ത കൊല്ലം തുണിപ്പാടണ്ടേ? ഈ കൊല്ലം തുണിപ്പാട്ടാൻ മതിയോ? ഈ ഇരിക്കുന്ന 2 എണ്ണത്തിൻ്റെ കണ്ടില്ല? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ എന്തെങ്കിലും അങ്ങോട്ടേക്ക് വിളിച്ച് പറയലല്ല, മനസ്സിലാക്കിക്കൊണ്ടി. മേലിൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ അവിടാണ്. എടാ വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞ നമ്പർ അടിച്ചാൽ ഭക്ഷണം ഇവിടെ എത്തിക്കും. ആര്? സർക്കാർ ഇവിടെ എത്തിക്കും. അതല്ലാതെ ഈ തുണിയുപ്പായ എടുക്കാത്തതിനുള്ള ബേജാറ്. എൻ്റെ റബ്ബേ, ഇമ്മാതിരി വിവരമില്ലാത്തോണ്ട് ഈ റബ്ബിന് ഈ ദുനിയാവിലുണ്ടല്ലോ. മരിച്ചാലും വേണ്ടിയില്ല തുണി കുപ്പായ ഇട്ടാൽ മതി. പെരുന്നാൾ അങ്ങോട്ട് കഴിഞ്ഞ് നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല തുണി കുപ്പായ ഇട്ടാൽ മതി. അത് നടക്കൂല പൊന്നു മോളെ. ജനങ്ങൾ അങ്ങോട്ടേക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കണ് കേട്ടാ. ഈ കൊല്ലം നമുക്ക് പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ കൂടെ പോയിട്ട് നമ്മൾ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും പ്രവർത്തിക്കും ചെയ്യാം.